ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാണ്. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് 2024 ജൂലൈ 19 വെള്ളിയാഴ്ചയാണ്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസമാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് നോക്കാം. നിഫ്റ്റി എന്തായാലും 24,800 ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് തന്നിട്ടുണ്ട്. 24,952 നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് റാസ് ലെവൽസ് പ്രകാരം വരാനുള്ളത്. ഈ മാസം നിഫ്റ്റി 25,562 വരെ എത്തണം. പക്ഷേ അവിടെ എത്തുമോ എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഏത് സമയത്തും മാർക്കറ്റ് ന്യൂസ് ബേസ്ഡ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ടെക്നിക്കൽസിനെ പറ്റി വലിയ ഇമ്പോർട്ടൻസ് ഒന്നും തന്നെ കിട്ടാൻ സാധ്യതയില്ല. ഇന്നലത്തെ വാർത്തകളിൽ നിറഞ്ഞു വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ്, ടാറ്റ ടെക്, റാലീസ് ഇന്ത്യ, സൈദസ് ലൈഫ്, ഡിക്സൺ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെയാണ് ഇന്നലത്തെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റാലീസ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 23.8% ഇടിവ് രേഖപ്പെടുത്തി. ക്രിപ്റ്റോയിൽ നിന്നാണ് ഏറ്റവും വലിയ ഒരു ന്യൂസ് വരുന്നത്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് വസീറക്സ് അവരുടെ വാലറ്റിൽ നിന്നും മോഷണം നടന്നിരിക്കുകയാണ്. $230 മില്യൺ മോഷണമാണ് അവരുടെ വാലറ്റിൽ നിന്ന് നടന്നിരിക്കുന്നത്. അതും മൾട്ടി സൈൻ വാലറ്റാണ്. അതായത് പല മാനേജേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് അപ്രൂവ് ചെയ്താൽ മാത്രം ട്രാൻസാക്ഷൻ നടക്കുന്ന, അതും വസീറക്സും മറ്റൊരു കമ്പനിയിൽ നിന്നുള്ള രണ്ടും കൂടി ടൈപ്പ് ആയിട്ടുള്ള ഒരു വാലറ്റിൽ നിന്നാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. അപ്പോൾ ആ കമ്പനിക്ക് അത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരടിയാണ് കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ വിഡ്രോവൽസും കാര്യങ്ങളെല്ലാം തന്നെ അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഒരു വലിയ രീതിയിലുള്ള സ്കാം എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഒരു ഡിജിറ്റൽ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഹാക്ക് ചെയ്ത് അവരുടെ സിസ്റ്റത്തിൽ കയറി ഇത്രയും സൂപ്പർവൈസേഴ്സിൻ്റെ അപ്രൂവൽ ഉണ്ടാക്കിയെടുത്ത് അവിടുന്ന് ഈ ഡിജിറ്റൽ അസറ്റ് എല്ലാം തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്ക്, മറ്റൊരു എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോയി എന്നുള്ളതാണ് സത്യം. സോ വളരെയധികം, കാരണം ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇതാണ്. ഇത് ഇപ്പോൾ ഡിജിറ്റലിലേക്ക് എല്ലാ കാര്യങ്ങളും കടന്നു വരുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇത്തരം കള്ളത്തരങ്ങൾ നടക്കാനുള്ള, ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടാവാനുള്ള ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം ഇനി അങ്ങോട്ട് ഒന്നും പേപ്പർലെസ് ഓഫീസസ് ആയിരിക്കും. അപ്പം മറ്റെല്ലാ കാര്യം പേയ്മെൻറ്റ് ഓൺലൈനാണ്, എല്ലാം ഓൺലൈനാണ് പോകാൻ പോകുന്നത്. സോ അവിടെ ഏതെങ്കിലും രീതിയിൽ മറ്റൊരാൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരം തട്ടിപ്പുകൾ നടത്താൻ പറ്റും എന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായിട്ടും അത് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ടെക്നോളജി അത്രയും വികസിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതേപോലെ ഉണ്ടാകും എന്നതിൽ ഒരു സംശയമില്ല. ദെൻ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ദെൻ നിക്കി 51 പോയിന്റ് റെഡിലാണ്, എല്ലാം തന്നെ റെഡിലാണ്. ഷങ്കായ് കമ്പോസിറ്റ് മാത്രമാണ് 14 പോയിന്റ് ഗ്രീനിലുള്ളത്. യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. US മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആണ്. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 24,667 ഇന്നിപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് 24,638 29 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 24,723 85 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഇത് നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഡേ ഹൈ ഇതുവരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് 24,730 അതേപോലെ 611 ലോ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 100 പോയിന്റിലധികം 119 പോയിന്റിൻ്റെ ഒരു അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് ഇന്ന് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഇവൻറ്റ്സ് USA നെറ്റ് ലോങ് ടേം TIC ഫ്ലോസ്, UK GFK കൺസ്യൂമർ കോൺഫിഡൻസ്, ജപ്പാൻ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ജർമ്മനി PPI ഇയർ ഓൺ ഇയർ, UK റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ. ഇത്രയും ഇവൻറ്റുകളാണ് ഇന്ന് വരാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ ഒരു ചാകരയാണ് ഇപ്പോൾ. കാരണം അത്രയധികം മേജർ കമ്പനീസ് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ ക്യൂലാണ്. പോളിക്യാബ്, റിലയൻസ്, UBI, വിപ്രോ, JSW സ്റ്റീല്, PVR ഇനോക്സ്, ICICI ലംബാർഡ്, പതാഞ്ജലി ഫുഡ്സ്, നിപ്പോൺ ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ്, 197 അതായത് പേടിഎം, സുപ്രീം പെട്രോകെം,
ദെൻ ജൂബിലന്റ് ഫമോവ, റൂട്ട് മൊബൈൽ, ഏത്തർ ഇൻഡസ്ട്രീസ്, അതുൽ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, പൊന്നി ഷുഗർ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഇന്ന്, ഇതൊന്നുമല്ല, ഒരുപാട് വലിയ ലിസ്റ്റാണ്. അതിൽ നിന്ന് സെലക്റ്റീവായിട്ടുള്ള ഏതാനും സ്റ്റോക്കുകൾ മാത്രമാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. സോ ഇന്ന് റിസൾട്ട് ഒരുപാട്, ഇതെല്ലാം മിക്കതും ആഫ്റ്റർ മാർക്കറ്റ് ആയിരിക്കും നടക്കുക. കാരണം മാർക്കറ്റിലുള്ള വൊളാറ്റിലിറ്റി ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്നുണ്ടാവുന്ന ഒരു നീക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ട് ഇവർ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നാളെ സാറ്റർഡേ, മറ്റന്നാൾ സൺഡേയും കഴിഞ്ഞ് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേനും ഇതിൻ്റെ വലിയ എഫക്റ്റ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സിൽ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിൻ്റെ കാര്യം. ഇന്ന് F&O ബാനിൽ വന്നിരിക്കുന്ന ബൽറാം ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, GMR ഇൻഫ്ര, GNFC, ഹാല്, ഹിന്ദ് കോപ്പർ, ഇന്ത്യ സിമെന്റ്, RBL ബാങ്ക്, PL, സെയിൽ, വേദാന്ത ലിമിറ്റഡ്, ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് F&O ബാനിൽ വന്നിട്ടുള്ളത്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5483 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ചെയ്യുന്നത്. 2904 കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ ചെയ്തത്. മൊത്തത്തിൽ 2579 കോടിയുടെ ബൈയിങ് ആണ് ഇന്നലെ മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. ഈ മാസം നോക്കുകയാണെങ്കിൽ 20,158 കോടിയുടെ ബൈയിങ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും 1240 കോടിയുടെ ബൈയിങ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത് പ്രകാരം 21,399 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും വന്നിരിക്കുന്നത്. ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 24,544 ഓപ്പണായി 257 പോയിന്റ് ലാഭത്തിൽ 24,801 ഇന്നലെ ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 471 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയത്ത് ഈ മാസം 808 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. ഇന്നലെ നാരോ CPR ആയിരുന്നു, അതേപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ വിശേഷം അവിടെ തന്നെ തീർന്നു. ഇന്നത്തത് നോർമൽ CPR ആണ്. നോർമൽ CPR ആണെങ്കിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല, എങ്കിലും നമുക്കൊരു നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ആകാൻ പോകുന്നത് 14.51 പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ 1.2 ആണ് പുട്ട് കോൾ റേഷ്യോ. നമ്മുടെ മീറ്റർ കാണിക്കുന്ന പോലെ അത് ക്ലിയർലി ബുള്ളിഷ് സിഗ്നലാണ് നമുക്ക് തരുന്നത്. കോൾ റേറ്റിംഗ് ഹയസ്റ്റ് വന്നിരിക്കുന്ന 51 ലക്ഷമാണ്. അത് 25,000-ലാണ് 51 ലക്ഷം കോള് റേറ്റിംഗ് നടന്നിട്ടുള്ളത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 52 ലക്ഷമാണ്. 24,500-ലാണ് അത് നടന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 405 പോയിന്റ് ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത്. ഫിൻ നിഫ്റ്റി 224 പോയിന്റ് ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 829 പോയിന്റ് ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ് 70 പോയിന്റ് നഷ്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. അപ്പോൾ മന്ത്ലി ലെവലിലുള്ള ഒരു റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ R3, അതായത് മന്ത്ലി റാസ് ലെവൽസിൽ R3 കട്ട് ചെയ്തിട്ട് തലയും പൊക്കി മുകളിലോട്ട് നിൽക്കുന്നുണ്ട്. ഒന്നുകിൽ ഈ ഒരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് പോകണം, അല്ലെങ്കിൽ ഇതിനെ കറക്റ്റ് എൻഗൾഫിങ് രീതിയിൽ ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഇന്ന് മുതൽ താഴോട്ട് പോകണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു സംഭവമായിരിക്കും. ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിലാണ് ഇന്ന് ഓപ്പണിംഗ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി 1-2 ദിവസം കൊണ്ട് 84,132 എന്ന ഈ ടാർഗറ്റ് അത് അച്ചീവ് ചെയ്യും. അല്ലെങ്കിൽ ഫർദർ ഇന്നത്തോടുകൂടി ഒന്ന് മാർക്കറ്റ് പുൾ ബാക്ക് എടുത്തിട്ട് വീണ്ടും ഒരു റാലി കണ്ടിന്യൂ ചെയ്യും. എന്തായാലും ഒരു ഇൻട്രാഡേ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മളോട് പറയുന്നത് ഇന്നലത്തെ ഡേ ലോനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നാണ് പറയുന്നത്. അതേപോലെ ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് ഇത് നമ്മളോട് പറയുന്നത്. ഒരു അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇന്നലെ ഇത്രയും നല്ലൊരു റാലി നടന്നതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ട് നമ്മുടെ നോട്രേറ്റ് സോണിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം ഈ ഒരു ഓട്ടത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇന്നത്തെ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എവിടെയായാലും ഇന്നത്തെ ഹൈയുടെ മുകളിൽ എവിടെയെങ്കിലും ക്ലോസ് ചെയ്ത് ഇത് ടച്ച് ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്നിട്ട് അത് ഫില്ല് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇന്ന് റാസ് ലെവൽസിൻ്റെ CPR വളരെ വൈഡാണ്. അതേപോലെ നോട്രേറ്റ് സോണിൻ്റെ മുകളിലാണ് റാസ് ലെവൽസ് CPR വന്നിരിക്കുന്നത്. സോ മാർക്കറ്റ് മുകളിൽ ഓപ്പൺ ആയിട്ട് നോട്രേറ്റ് സോണിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ
ഒരു ഹൈ എന്ന് പറയുന്നത് ഡേ ഹൈ വരാൻ സാധ്യതയുള്ള 81,953 81,300 ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഒരു 600 പോയിന്റിന്റെ മുകളിലോട്ടാണ്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് 80,735 വരെയും ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഈ ഒരു സോണിൽ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും. ദെൻ അതിൻ്റെ ഇടയിൽ നോട്രേറ്റ് സോണായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് ഈ ഒരു സോണാണ്. ഇത് ഏകദേശം വരുന്നത് 81,225 മുതൽ 80,956 വരെ, ഏകദേശം ഒരു 300 പോയിന്റിന്റെ ഒരു സോൺ ഉണ്ട് നമുക്ക് നോട്രേറ്റ് സോണായിട്ട് ഡിഫൈൻ ചെയ്യാൻ. കാരണം ഇതിനകത്ത് ട്രേഡ് എടുക്കുമ്പോൾ ചെറിയ പ്രോഫിറ്റിൽ നമ്മൾ എക്സിറ്റ് ആവാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വൺസ് ഇത് 81,300 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മുകളിലോട്ട് കയറിപ്പോകും 952 വരെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ് മുകളിൽ ഓപ്പണായിട്ട് താഴോട്ടിറങ്ങി വരും എന്നാണ്. ചിലപ്പോൾ അതിന് വിരോധാഭാസമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചേക്കാം തീർച്ചയായിട്ടും. അപ്പോൾ മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിൽ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അത് അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഓൾറൈറ്റ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.